ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ കൊണ്ടാടുകയാണ്. ക്രിസ്മസിൻ്റെ, അതായത് ഈശോയുടെ ജനനത്തിൻ്റെ ആഘോഷത്തിൻ്റെ 40-ാം നാളാണ് ഫെബ്രുവരി 2-ാം തീയതി. അത് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരു ആഘോഷമായി നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് കൊണ്ടാടുന്നു. പ്രിയപ്പെട്ടവരെ, 1969 വരെ രണ്ടാം വത്തിക്കാൻ സിനോദോസിൻ്റെ വെളിച്ചത്തിൽ ആരാധനാക്രമത്തെ നവീകരിക്കുന്നവരെ ഈ തിരുനാളിനെ വിളിച്ചിരുന്നത് മാതാവിൻ്റെ ശുദ്ധീകരണ തിരുനാൾ എന്നായിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ നമ്മുടെ ആരാധനാക്രമത്തെ പ്രത്യേകമായിട്ട് നവീകരിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ അതിനെ പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ എന്നാണ്. എന്നാൽ ഈ രണ്ട് കാര്യവും കൂടെയാണല്ലോ ലൂക്കായുടെ സുവിശേഷത്തിൽ വരുന്നതും ഇന്നത്തെ സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതും. അതായത് മാതാവിൻ്റെ ശുദ്ധീകരണ തിരുനാളും ഈശോയുടെ സമർപ്പണ തിരുനാളും. യഹൂദ പാരമ്പര്യമനുസരിച്ച് അതിൻ്റെ നിയമത്തെ പൂർണ്ണമായും പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ശ്രദ്ധ വെച്ച യൗസേപ്പ് പിതാവും മാതാവും ഈശോയെയും കൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് ഈശോയെ ദൈവത്തിന് കാഴ്ചവെച്ച് അവിടുത്തെ വീണ്ടെടുത്ത ഒരു അനുഭവം എന്നൊക്കെ. അതേപോലെ മാതാവിൻ്റെ ശുദ്ധീകരണ കർമ്മമാണ്. അതായത് ഒരു സ്ത്രീ പ്രസവിച്ചു കഴിയുമ്പോൾ, ആൺകുട്ടിയെ പ്രസവിച്ചാൽ 40-ാം നാളിൽ, പെൺകുട്ടിയെ പ്രസവിച്ചാൽ 80-ാം നാളിൽ ദേവാലയത്തിൽ വന്ന് ശുദ്ധീകരണ കർമ്മത്തിൽ അത് നടത്തണം. അതിനുള്ള കാഴ്ചകൾ അർപ്പിക്കണം. എങ്കിൽ മാത്രമേ പിന്നീട് സമൂഹത്തിലും ആരാധനാക്രമത്തിലും പങ്കെടുക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. ജനനത്തിലും മരണത്തിലും രൂപത്തിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഈ ലോക ജീവിതത്തെ അല്പം ഒന്ന് വിട്ട് ദൈവത്തിൻ്റെ ആ ഡിവൈൻ സ്പേസിൽ നമ്മൾ ചേരുവാണ്. അവിടെ നിന്ന് ഒരു രൂപത്തിൽ തിരിച്ച് ഇറങ്ങി വരുന്ന ഒരു അനുഭവമായിട്ടാണ് നമ്മൾ ഈ 40-ാം നാളിലെ ഈ ശുദ്ധീകരണ കർമ്മത്തെ കാണുന്നത്. അത് പ്രസവിക്കുന്നതോ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതോ പാപം എന്ന രീതിയിൽ കരുതിയിട്ടല്ല, പിന്നെയോ അത് ഒരു അനുഷ്ഠാനപരമായിട്ടുള്ള ഒരാചാരപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ശുദ്ധീകരണ കർമ്മം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തിരുനാളിന് 4 പേരുകൾ ഉണ്ട്. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു, നേരത്തെ ആദ്യം ഇത് പറയപ്പെട്ടിരുന്നത് ശുദ്ധീകരണ തിരുനാൾ എന്നാണ്. രണ്ടാമത് ഇപ്പോഴ് അത് പറയപ്പെടുന്നത് സമർപ്പണ തിരുനാൾ എന്നാണ്. മൂന്നാമത് ഈ തിരുനാളിനെ വിളിക്കുന്നത് കണ്ടുമുട്ടലിൻ്റെ തിരുനാൾ, ദ ഫീസ്റ്റ് ഓഫ് എൻകൗണ്ടർ എന്നാണ്. അതായത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ, പഴയ നിയമത്തിലെ പ്രതിനിധീകരിക്കുന്ന ശിമിയോനും മന്നായും പുതിയ നിയമത്തിലെ പുതിയ ശിശുവിനെ കണ്ടുമുട്ടുന്ന അനുഭവം. അപ്പം ആ രീതിയിൽ ഫീസ്റ്റ് ഓഫ് എൻകൗണ്ടർ എന്നാണ് ഈ തിരുനാളിനെ പ്രത്യേകമായിട്ട് വിളിക്കുക. നാലാമതായിട്ട് ഈ തിരുനാളിനെ വിളിക്കുന്നത് ക്യാൻഡിൽ മാസ് എന്നാണ്. അതായത് നമ്മൾ സഭയിൽ ഈ ദിനത്തിൽ തിരികൾ പ്രത്യേകമായിട്ട് ആസ്വദിച്ച് കത്തിച്ച് അത് പിടിച്ച് നമ്മൾ പ്രദക്ഷിണം നടത്താറുണ്ട്. അത് ശിമിയോൻ്റെ പ്രവചനം അനുസരിച്ച് ഈശോ ലോകത്തിൻ്റെ വിജാതിയരുടെ പ്രകാശമാണ് എന്ന രീതിയിൽ നമുക്കറിയാമല്ലോ. നമ്മുടെ ജ്ഞാനസ്നാനത്തിലും നമ്മൾ ക്രിസ്തുവിനെ പ്രകാശമായിട്ട് ഏറ്റുകൊള്ളുന്നുണ്ട്, കത്തിച്ച തിരികൾ സ്വീകരിച്ചുകൊണ്ട്. നമ്മൾ ഒരു വിധത്തിൽ ജ്ഞാനസ്നാനത്തിലെ ആ സമർപ്പണം നമ്മുടെ ഓരോ ദിവ്യ കുർബാനയിലും നമ്മൾ നടത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ഓരോ കുർബാനയിലും അൾത്താരയിൽ കത്തിക്കപ്പെടുന്ന തിരി ഇതിനെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ആണ്ടുതോറും നമ്മൾ ഈ പ്രത്യേകമായ ദിവസത്തിൽ നമ്മൾ തിരികൾ കത്തിച്ച് ആസ്വദിച്ച തിരികൾ രൂപത്തിൽ വരുന്ന വർഷത്തേക്ക് വേണ്ട തിരികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ആസ്വദിച്ച് കത്തിച്ച് അത് നമ്മൾ ലോകത്തിൽ ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പ്രദക്ഷിണം നടത്തുന്നത്. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ കത്തുന്ന മെഴുതിരികളായി മാറണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ വായനകളിലേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ വായന മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണത്. അപ്പം 400 വർഷങ്ങൾ കഴിയുമ്പോഴാണ് പിന്നീട് സ്നാപക പ്രത്യക്ഷപ്പെടുന്നത്. സ്നാപക യോഹന്നാനെ കുറിച്ച്, അതായത് ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ കടന്നു വന്ന
സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള പ്രവചനം നടത്തിയ ആൾ ഈ മലാക്കി പ്രവാചകനാണ്. ആ പ്രവാചകൻ പറയുന്നത് ഇതാ കർത്താവ് കടന്നു വരുന്നു എന്നാണ്. കർത്താവ് കടന്നു വന്ന് എന്താ ചെയ്യുക? കർത്താവ് കടന്നു വന്ന് പുരോഹിതന്മാരെയും അതേപോലെ ആ ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളെയും, പ്രാർത്ഥനയെയും ബലിയർപ്പണത്തെയും എല്ലാം ശുദ്ധീകരിക്കുമെന്ന് പറയുകയാണ്. ശുദ്ധീകരിച്ച് നവീകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസൃതമായ ബലി അർപ്പിക്കുവാൻ തക്കവണ്ണം പുരോഹിതന്മാരെ ശുദ്ധീകരിച്ച്, ബലിയർപ്പണത്തെ ശുദ്ധീകരിച്ച് അങ്ങനെ ആക്കും എന്ന് പറയുകയാണ്. രൂപത്തിൽ ഈശോയിലൂടെയാണല്ലോ പ്രിയപ്പെട്ടവരെ ആ ശുദ്ധീകരണ കർമ്മം നടക്കുക. ഈശോയിലൂടെയാണല്ലോ പാപമോചനം വരുന്നത്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ച ആ ഈശോനാഥൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നമുക്ക് ശുദ്ധീകരണമേകുന്ന കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈശോ തന്നെ മഹാപുരോഹിതനായി യഥാർത്ഥ ബലി അർപ്പിക്കുന്ന കാര്യമാണ്. ഈശോയാണ് യഥാർത്ഥ മഹാപുരോഹിതൻ. അവിടുന്നാണ് യഥാർത്ഥമായ ബലി, ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ബലി അർപ്പിക്കുന്നത്. ആ ബലിയർപ്പണം എന്ന് പറയുമ്പോൾ തനിക്കുള്ളത് സമർപ്പിക്കുക എന്നതിനേക്കാളും തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായും നിറവേറ്റിയതിലൂടെയാണ് ഈശോ പരമമായ ബലി അർപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അവിടെ 5 വ്യക്തികളെയാണ് പ്രധാനമായിട്ടും കാണുന്നത്. കർത്താവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് വന്ന യൗസേപ്പിതാവും മാതാവും, ആ കർത്താവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് വന്ന അല്ലെങ്കിൽ ദേവാലയത്തിൽ വസിച്ച ശിമിയോനും അന്നായും, എന്നിട്ടോ കേന്ദ്രമായി ഈശോനാഥൻ ഉണ്ണീശോ. പ്രിയപ്പെട്ടവരെ, ഒരു അനുഭവം, രക്ഷയുടെ അനുഭവം, സ്നേഹത്തിൻ്റെ അനുഭവം, പ്രത്യാശയുടെ അനുഭവം, വിശ്വാസത്തിൻ്റെ അനുഭവം നമ്മൾ അവിടെ കാണുകയാണ്. യൗസേപ്പ് പിതാവ് മാതാവിനെയും ഈശോയെ സമർപ്പിക്കുവാൻ വേണ്ടി ദേവാലയത്തിൽ വന്നു. മാതാവിനെ ശുദ്ധീകരണ കർമ്മത്തിനും അതേപോലെ ഈശോയെ സമർപ്പണത്തിനും. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. അതായത് മാതാവിന് ശുദ്ധീകരണം ആവശ്യമില്ല, അവൾ ഉത്ഭവം മുതലേ പാപരഹിതയാണ്. അതേപോലെ ഈശോ സമർപ്പിക്കപ്പെടേണ്ടതില്ല, അവിടുന്ന് തന്നെയാണ് ദൈവം. എങ്കിൽ പോലും നിയമത്തെ പൂർണ്ണമായും പൂർത്തീകരിക്കുന്നു എന്ന രീതിയിലാണ് പ്രിയപ്പെട്ടവരെ യൗസേപ്പ് പിതാവും മാതാവും ഈശോയും കൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു വിധത്തിൽ ദൈവ കൽപ്പനകൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ കൽപ്പന പോലും അനുസരിക്കുവാൻ ശ്രദ്ധ വെച്ച ആളാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. അതുകൊണ്ടാണല്ലോ മാതാവിനെ കൊണ്ട് ബെത്ലഹേമിലേക്ക് പോകുന്നത്, അവിടെ സെൻസസ് എടുപ്പിക്കാൻ വേണ്ടി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ നിയമം പാലിക്കാൻ ശ്രദ്ധ വയ്ക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് പൂർണ്ണമായും നിറവേറ്റുവാൻ നമ്മൾ സന്നദ്ധരാവുക എന്ന് യൗസേപ്പ് പിതാവും മാതാവും പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുക. എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ശ്രദ്ധ വെച്ച ആ അമ്മ, ഇതാ നിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിച്ച അമ്മ, ഉറക്കത്തിൽ പോലും നിദ്രയിൽ പോലും ലഭിച്ച സന്ദേശം സ്വീകരിച്ച് ഉടനെ എഴുന്നേറ്റ് അത് പൂർണ്ണമായും നിറവേറ്റുവാൻ ശ്രദ്ധ വെച്ച യൗസേപ്പ് പിതാവ്, അവർ രണ്ടുപേരും പ്രിയപ്പെട്ടവരെ നിയമം പൂർണ്ണമായും പാലിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. ഈശോയോ ആ വചനത്തിന് തന്നെ പൂർത്തീകരണമല്ലേ. ഈശോ ആ പരമബലി അർപ്പിക്കുമ്പോൾ, ദൈവമേ ഇതാ നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാനിതാ വരുന്നു. ഈശോയുടെ ജീവിതം മുഴുവനും, ഈശോയുടെ ജനനം മുതലും മരണം വരെയും ഈശോയുടെ ജീവിതം മുഴുവനും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായും നിറവേറ്റിക്കൊണ്ട് ഈശോയ്ക്ക് പരമബലി അർപ്പിക്കുക എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്ന് പ്രത്യേകമായിട്ട് കർത്താവിനെ കണ്ടുമുട്ടേണ്ടവരാണ്. ശിമിയോനും അന്നായും, ശിമിയോൻ നമുക്ക് നീതിമാനായ മനുഷ്യനാണ്, പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകമായി നയിക്കപ്പെട്ട ആളാണ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആളാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലാണ് ആ നിമിഷത്തിൽ അവിടേക്ക് അദ്ദേഹം കടന്നു വരുന്നതും ആ ഉണ്ണി ഈശോയിൽ ലോകരക്ഷകനെ തിരിച്ചറിഞ്ഞതും. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. നമ്മളും ശിമിയോനെ പോലെ നല്ല ജീവിതം ജീവിക്കുവാനായിട്ട് ശ്രദ്ധ വയ്ക്കണം.
നമുക്ക് നമ്മൾ ദിവ്യകുർബാനയിൽ കർത്താവിനെ നമുക്ക് നൽകുമ്പോൾ ശിമേനെ പോലെ കർത്താവിനെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ആ കർത്താവിൽ നിർവൃതി കൊള്ളുവാൻ നമുക്കൊക്കെ സാധിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നത്. കർത്താവെ, അങ്ങ് എനിക്ക് ചെയ്ത വാഗ്ദാനം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈശോയെ എടുത്ത്, പ്രിയപ്പെട്ടവരെ, ഈശോയെക്കുറിച്ചുള്ള പ്രവചനം നടത്തുക. ഈശോയെക്കുറിച്ചുള്ള പ്രവചനത്തിൽ നമുക്കറിയാം, അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് അനേകരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും. അവിടുന്ന് വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും. കാരണം കർത്താവിനെ എല്ലാവരും സ്വീകരിക്കുന്നില്ല. ചിലർ കർത്താവിനെ കൊല്ലുക, ചിലർ അവിടുത്തെ രക്ഷകനായി സ്വീകരിക്കുക. അപ്പം അവിടെ അതിനെക്കുറിച്ചൊക്കെ രൂപത്തിൽ ഈശോയുടെ പീഡാനുഭവം വരെയുള്ള കാര്യങ്ങൾ, അപ്പം അതിലൂടെയെല്ലാം കർത്താവ് ആ രക്ഷണീകർമ്മം നിറവേറ്റുമെന്നുള്ള കാര്യം ശിമയോൻ പ്രവചിച്ചു. ആ ഈശോയോട് ചേർന്ന് എല്ലാ കാര്യത്തിലും ഈശോയോട് ചേർന്ന് സഹിച്ച ആ അമ്മയെക്കുറിച്ചും ശിമയോൻ അവിടെ പ്രവചിക്കുന്നുണ്ട്. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ആ ഒരു രൂപത്തിൽ പുറമേ കാണപ്പെടുന്നില്ല, എന്നാൽ നമുക്കറിയാം ഈശോയെ ഗർഭം ധരിച്ചത് മുതൽ പ്രിയപ്പെട്ടവരെ ഈശോയുടെ മരണം വരെയും ഒത്തിരി വിഷമതകളും പീഡനങ്ങളും അനുഭവിച്ചുള്ള മാതാവ് അവിടുന്ന് ഈശോയോട് ചേർന്ന് സഹിച്ചു. അങ്ങനെ ഒരു രൂപത്തിൽ സഹരക്ഷകയായി തീർന്നു. ഈശോയുടെ സഹനത്തിൽ പൂർണ്ണമായും പങ്കാളിത്തം വഹിച്ചു. അതേപോലെ നമുക്കും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സഹനത്തിൽ കർത്താവിനെ കാണാനും ആ സഹനത്തെ കർത്താവിൻ്റെ സഹനത്തോട് ഒന്നുചേർക്കാനും ആ കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ സഹനങ്ങളെയൊക്കെ അതിജീവിക്കുവാനും അവയുടെ അർത്ഥം കണ്ടെത്തുവാനും അതിലൂടെ ജീവിത സാഫല്യം നേടാനും നമുക്കൊക്കെ സാധിക്കണം. നാലാമത്തെ ഒരു കാര്യം എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, ഈ തിരുനാളിനെ പറയുന്നത് ക്യാൻഡിൽ മാസ് എന്നാണ്. അതായത് കത്തിച്ച തിരികൾ, ആസ്വദിച്ചു കത്തിക്കപ്പെടുന്ന തിരികൾ. ശിമയോൻ ഈശോയെക്കുറിച്ച് പ്രവചിച്ചു, ഇവൻ ഇസ്രയേലിൻ്റെ മഹത്വമാണ്, അതേപോലെ വിജാതിയുടെ പ്രകാശമാണ്. വിജാതി എന്ന് പറയുമ്പോൾ ഒരു രൂപത്തിൽ സർവ്വജനത്തിന് പ്രകാശമായി കടന്നു വന്നവനാണ് ഈശോ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ, 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇവിടുന്ന് എടുത്തു പറയാണ്, ലോകത്തിൻ്റെ പ്രകാശമായി ഞാൻ കടന്നു വന്നിരിക്കുന്നു. എഫേസ്യർക്കുള്ള ലേഖനം 5-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യത്തിൽ കർത്താവ് ഇതാ നിന്റെ മേൽ പ്രകാശിക്കുന്നു, നീ ഇനി അന്ധകാരത്തിലല്ല, നീ ഉണരണം എന്ന് പ്രത്യേകം വെച്ച് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രകാശമായി ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, പ്രകാശമായി ഈശോ ലോകത്തിലേക്ക് കടന്നു വരിക. ആ ഈശോയെ, പ്രിയപ്പെട്ടവരെ, ആ ഈശോയുടെ പ്രകാശത്തെ നിരന്തരം വഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ പ്രകാശമായി, നമ്മുടെ മനസ്സിൽ വിജ്ഞാനത്തിൻ്റെ പ്രകാശമായി, നമ്മുടെ ശരീരത്തിൽ ജീവൻ്റെ പ്രകാശമായി സന്തോഷവും സമാധാനവും പരത്തിക്കൊണ്ട് ലോകത്തിൽ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയാൽ മാത്രം പോരാ, പിന്നെയോ നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കുന്നവരും മറ്റുള്ളവരെ ആ കർത്താവിനെ കണ്ടുമുട്ടുന്നതിലേക്ക് നയിക്കുന്നവരുമായി ഈ ലോകത്ത് ജീവിക്കണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ ആരും തന്നെ നമ്മുടേതല്ല, പൂർണ്ണമായും ദൈവത്തിൻ്റേതാണ്. ഈ തിരുനാൾ സന്യസ്തരുടെ സമർപ്പണത്തിൻ്റെ തിരുനാൾ കൂടെയാണ്. എന്നാൽ സന്യസ്തർ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഓരോ ക്രൈസ്തവന് സമർപ്പിതരാണ്. എവിടെയായിരുന്നാലും അവിടെയെല്ലാം ദൈവത്തിന് സമർപ്പിതരായി, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവാനുഗ്രഹം ഏവർക്കും പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാം സാധിക്കണം. അങ്ങനെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രകാശം നമ്മിലൂടെ പ്രകാശിക്കട്ടെ. കർത്താവിൻ്റെ പ്രകാശം നമ്മിലൂടെ ലോകമെങ്ങും പ്രസരിക്കട്ടെ, ലോകമെങ്ങും പരക്കട്ടെ. നമുക്ക് ഇന്ന് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് പ്രത്യേകമായി തയ്യാറാകാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തരം പാപങ്ങളും തിന്മകളും പോക്കി നമുക്ക് കർത്താവിനാൽ ശുദ്ധീകരിക്കപ്പെടാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധ വയ്ക്കാം. ഓരോ ദിവ്യകുർബാനയിലൂടെയും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലൂടെയും ഈശോയെ കണ്ടുമുട്ടുവാനും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നിറയുവാനും നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയും അനുഗ്രഹവും ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.